Hello, Semua Ditan kembali saya Suraj MS. Hello guys, welcome back. ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് സൂ നഗാരയിലാണ്. സോ ഇതാ നമുക്ക് വ്യൂ നോക്കണ്ട. അപ്പോൾ ഇവിടെ വരുന്നതിന് മുമ്പ് കുറച്ച് കഥകൾ ഉണ്ടായിട്ടുണ്ടാവില്ല. അപ്പോൾ നിങ്ങളത് കണ്ടിട്ട് വാ. ഈ സ്പോട്ട് വരെ എത്തിയ കഥകൾ നിങ്ങൾ കണ്ടിട്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഇവിടെ വെയിറ്റ് ചെയ്യാം. ചേട്ടാ ഇവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ചേട്ടാ. ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പോൾ ഇങ്ങനത്തെ ദിവസം ഇവിടെ കഴിഞ്ഞു ഗൈസ്. ഹോട്ടലിൽ ചെക്കൗട്ട് ചെയ്യുന്ന സമയമായി. അപ്പോൾ ഞാൻ ഇറങ്ങുകയാണ് ഗൈസ്. എൻ്റെ ബെറ്റിങ് സാധനമൊക്കെ ഇനി ഇറങ്ങുകയാണ്. അപ്പോൾ ഞാൻ ചെക്കൗട്ട് ചെയ്തിരിക്കുകയാണ് ഗൈസ്. അങ്ങനെ ഞാനൊരു കുട വാങ്ങിച്ചു. 12 RMB ഉള്ളൂ. അതാ ഈ കടയിൽ നിന്ന് ഐ ലവ് KL എന്ന് പറഞ്ഞിട്ട്. ഈ തൊപ്പിക്ക് നമ്മളെ 39 RMB ചോദിക്കുമ്പോൾ ഇവിടെ ഒരു കുടയ്ക്ക് 12 ഉള്ളൂ. അപ്പോൾ ഇത് വാങ്ങിച്ചാൽ പോരി, ലാഭമില്ലേ. മഴയും ഇന്നലെ വാങ്ങേണ്ടതായിരുന്നു ഗൈസ്. ഇപ്പോൾ ഇന്നലെ കുറേ സ്പോട്ട് മിസ്സായി. എന്നാലും ഞാൻ കുടയൊക്കെ പിടിച്ചിട്ട് നടക്കും. ഇവിടെ മഴയില്ല, അതുകൊണ്ട് പിന്നെ കുട തുറക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ട് സെൻട്രൽ മാർക്കറ്റിൽ ഇവിടെ ഫിലിം ചെയ്യാൻ പാടില്ലെന്ന് തോന്നുന്നു. അല്ല, ഇന്നലെ ഞാൻ ചെയ്ത് എനിക്ക് പേടി. അപ്പോൾ ഞാൻ പുറത്തിറങ്ങിയിട്ടില്ല. ബൈ ബൈ ഗൈസ്. അങ്ങനെ ഞാൻ കുടയൊക്കെ പിടിച്ച് ഗ്രാബിന് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സൂ നഗാരയിലോട്ട്. മഴയുണ്ട്, കുടയുണ്ടല്ലോ. നമുക്ക് കുട എങ്ങനെയുണ്ട്? കൊള്ളാം, കുഴപ്പമില്ല. വലിയ മഴയും താങ്ങത്തില്ല കേട്ടോ. നൈസ്. അവിടെ പോയിട്ട് വരാം ഗൈസ്. അവിടെ എത്തിയിട്ട് വരാൻ ഗൈസ്. അങ്ങനെ ഞാൻ സൂ നഗാരയുടെ ഫ്രണ്ടിൽ എത്തിയതാണ് ഞാൻ കാറ്. എൻ്റെ ഗ്രാബ് ഇതോ അവിടെയാണ് ഡ്രോപ്പ് ചെയ്തത്. വെൽഫെയർ നിൽക്കുന്നിടത്ത്. അതല്ല എൻ്റെ കാറ്, എൻ്റെ ഒരു എർട്ടിക പോലത്തെ കാറായിരുന്നു. അപ്പോൾ ഇവിടെ എത്തി. സോ നല്ല മഴ പെയ്യാണ്. അപ്പം കുടയൊക്കെ വെച്ചാണ് ഇറങ്ങിയത്. പൊളിയല്ലേ. അപ്പോൾ ഞാൻ ടിക്കറ്റൊക്കെ എടുത്തിട്ട് വരാം ഗൈസ്. മഴയുണ്ട്. ഗോപ്രോ വാട്ടർ പ്രൂഫ് എന്ന ഒറ്റ വിശ്വാസത്തിലാണ് ഞാൻ ഇത് ഷൂട്ട് ചെയ്യണം. ഓക്കെ ഗൈസ്. അത് അവിടെ വരാം ഗൈസ്. ഞാൻ അങ്ങനെ മലേഷ്യൻ നഗാര സൂ നഗാര ഇവിടെ ടിക്കറ്റ് കൗണ്ടറാണിത്. എത്തി. ഞാൻ അപ്പോൾ ഫിലിം ചെയ്യാമെന്ന് ചോദിച്ചു. അപ്പോൾ പറഞ്ഞു കുഴപ്പമൊന്നുമില്ല, ചെയ്യാം. ഇവിടെ ഇതാണ് ഇവിടെ ഇത് ടിക്കറ്റ് റേറ്റ്സ്. ഫോറിനേഴ്സിന് ഇതാണ്, നമ്മൾ ഇന്ത്യൻസിന് ഫോറിനേഴ്സിന് ഇത് ഇവിടെ മലേഷ്യയിലുള്ളവർക്ക്, മലേഷ്യൻ സിറ്റിസൺസിന്. സോ ഡിഫറെൻറ്റ് റേറ്റാണ്. അത് പ്രോബ്ലി അങ്ങനെയാണല്ലോ എല്ലായിടത്തും. ഓക്കെ. വേറെ ഇവരുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് ഇത്. ബർത്ത്ഡേ ക്ലെയിമൊക്കെ ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ ക്യാഷ് എടുക്കില്ലെന്നാണ് തോന്നുന്നത് ടിക്കറ്റ്. പിന്നെ ഈ ആപ്പിൽ കൂടെയൊക്കെ നമുക്ക് റെഡീം ചെയ്യാൻ പറ്റും. ഞാൻ മേക്ക് മൈ ട്രിപ്പിൽ നോക്കി, പക്ഷേ എനിക്ക് പറ്റുന്നില്ല, ബുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. സോ ഇവിടെ ഞാൻ ടിക്കറ്റൊക്കെ എടുത്ത് സെറ്റ് ആക്കി തരാം ഗൈസ്. അപ്പോൾ എമൗണ്ട് പറയാം. ഓക്കെ, ഞാൻ എടുത്തിട്ടാണ് ഗൈസ്. ഞാൻ അതിനകത്ത് കയറി. ഓ ഗൈസ്, ഞാൻ അതിനകത്ത് കയറി. എനിക്ക് ഈ സംഭവം കിട്ടിയതാണ് കേട്ടോ. ടിക്കറ്റിൻ്റെ കൂടെ കിട്ടുന്നതാണ്. കയ്യിലിത് പഞ്ച് ചെയ്യും. ഇത് ഫോട്ടോ എടുക്കാനുള്ള സംഭവമാണ്. ഞാൻ ഫോട്ടോ എടുത്തിട്ടാണ് ഗൈസ്. എങ്ങനെ ഞാൻ ഇവിടെ കയറി. ഓ ഈ ഫോട്ടോ ബൂത്ത് കണ്ടാ. എന്നാൽ നമുക്ക് ഈ മച്ച ഫോട്ടോ എടുത്ത് തരും. പൊളിയാണ്. ഹായ് സേ ഹായ് ടു മൈ വ്ളോഗ്. പുള്ളിക്കാരൻ കുറച്ച് മലയാളക്കാരെ. സൂരജ് എം. സോ ഹാൻസം. താങ്ക് യു. നൈസ് ടു മീറ്റ് യു. വെച്ചാൽ സീരിയ കേട്ടാ. ഓ കുറേ പോസ്റ്റൊക്കെ പറഞ്ഞു. പൂക്കി പോസ്റ്റ്. പിന്നെ മലയാളത്തിൽ കുറച്ച് ആൾക്കാരെ കെട്ടിപ്പിടൂ എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഓ സീന്. പിന്നെ എന്നെ കണ്ടിട്ട് ഹാൻസം വന്നിട്ട് ഓ താങ്ക് യു, കോംപ്ലിമെൻറ്റ് ചെയ്തു. ഞാൻ നടന്നുകൊണ്ടിരിക്കുന്നു. നല്ല മഴ ഗൈസ്. ഞാൻ ബാക്ക് ഇങ്ങനെ ഫ്രണ്ട് ഇടിച്ചിട്ടുണ്ട്, കാരണം ഇതിനകത്തിൻ്റെ പാസ്പോർട്ട് ഡീറ്റെയിൽസൊക്കെ ഉണ്ട്. അപ്പം ഞാൻ പണി കിട്ടും. അപ്പോൾ ഇതാണ് ഇവിടെ നല്ല മഴ കേട്ടോ. അപ്പോൾ ആ ഫോട്ടോ ബൂത്ത് ഉണ്ട്. അതിന് 3 സൈഡുണ്ടേ. ഒന്ന് കരടി സംഭവം പൊളി. പോയി നമ്മളിവിടെ നിന്ന് ഇനി കയറണം. നമ്മൾ ഇനി തിരിച്ചു വരുമ്പം നമുക്ക് ഫോട്ടോ തരും. അത് ഇഷ്ടപ്പെട്ടാൽ നമുക്ക് പൈസ കൊടുത്ത് വാങ്ങാം, ഇല്ലെങ്കിൽ വാങ്ങണ്ട. അങ്ങനെയാണ്. ടിക്കറ്റിന് ഒരാൾക്ക് 93 റിങ്കറ്റ്സ് ആണ്. അത്യാവശ്യം കോസ്റ്റ്ലിയാണ്. ഓൾമോസ്റ്റ് നാട്ടിൽ എത്ര വരും? നല്ല എമൗണ്ട് വരും കേസ്. 3000 ആണെന്നോ 1000 സംതിങ് ആണെന്ന് തോന്നുന്നു. സോ 1000 സംതിങ് ആണ്. നാട്ടിൽ 1000 സംതിങ് ആണ്. ഇവിടുത്തെ 93 റിങ്കറ്റ്സ് ആണ് ഇതിന്. ഇവിടെ ഒരു ഷോപ്പുണ്ട്. ഇവിടെ നമുക്ക് ഇഷ്ടമുള്ള സാധനമൊക്കെ വാങ്ങാൻ തോന്നുന്നു. നോക്കട്ടെ. ഇദ്ദേഹം അവരും കൂടെ ഉള്ളതാണ്. അപ്പോൾ ഇത് ഇവിടുത്തെ സൂവിലെ ഷോപ്പാണ്. കൊള്ളാം. ടെൻഷൻ ക്യാമ്പയിൻ. ഇത് അംബ്രല്ല സ്റ്റൈസ്. വിവിധ നിറങ്ങളുള്ള റെയിൻബോ അംബ്രല്ല. ഓ ഇത് ഫ്രെയിം ഗൈസ്. ഇതിലായിരിക്കും നമുക്ക് ഫോട്ടോ കിട്ടാൻ പോകണം. ഓ നമുക്ക് ഫോട്ടോ കാണാം ഗൈസ്. ഓ മച്ചാനെ, ഞാൻ നോക്കി തരാം ഗൈസ്. ഗൈസ് ഞാനങ്ങനെ ഇതാ ഈ ഫോട്ടോ ഉടായ്പിൽ നിന്ന് പുറത്തിറങ്ങി. ഒരു ഉടായ്പ ഗൈസ്. 6000 രൂപയൊക്കെ കൊടുക്കണം ഫോട്ടോയ്ക്ക്. പിന്നെ അത് സോഫ്റ്റ് കോപ്പി തരത്തില്ല. ഒൺലി ഹാർഡ് കോപ്പി എന്നാണ് എഴുതി വെച്ചേക്കണം. പിന്നെ ട്രാം ഉണ്ടല്ലോ, അത് ഞാൻ നോക്കി. അത് ഒരാൾക്ക് 17 റിങ്കറ്റ് വരും. പക്ഷേ അത് 20 മിനിറ്റ്, അതായത് 3.5 കിലോമീറ്റർ ഉണ്ട് ഈ ഫുള്ളി. അത് നമ്മൾ കുറച്ച് ഭാഗം ഇതിൽ കൊണ്ടാക്കും. ഒരു 20 മിനിറ്റ് എന്നുള്ള റൈഡ് എന്തോ കൊണ്ടാക്കും. എനിക്ക് നമ്മളൊരു സ്ഥലത്ത് ഇറക്കി വിടും. എനിക്ക് നമ്മൾ നടന്നിട്ട് തിരിച്ചു വരണം. അതിനാണ് നമ്മൾ ഫുള്ളങ്ങ് നടന്നാൽ പോരി. അതിനെക്കാട്ടി നല്ലത് അതല്ലേ. അപ്പം ഞാൻ നടന്നു തുടങ്ങി ഗൈസ്. മഴയുണ്ട്, എന്തായാലും കുഴപ്പമില്ല. ഇതാണ് ഫസ്റ്റ് ഞാൻ കാണാവുന്ന സ്ഥലം. എന്തിനാണോ എന്തോ നോക്കട്ടെ. ഇത് ഓ ഗൈസ് ഗൊറില്ല ഒറാങ്കുട്ടൻ എന്തിനാണ് അവിടെ എഴുതിയിട്ടുണ്ടല്ലോ. ഓ സിമാങ്ക് എന്നൊരു സാധനമാണ്. ഓക്കെ, സിമാങ്ക് സൂ നഗാരയിലെ സിമാങ്ക്. ഓടിക്കളിക്കണുണ്ടോ?
ഇത് അടുത്ത് കാണിക്കാനും പറ്റണില്ലല്ലോ. ഞാൻ അങ്ങോട്ട് ചെല്ലട്ടെ, കാണട്ടെ. ഇത് കൊള്ളാം ഗൈസ്. ഇവർക്ക് ജീവിക്കാൻ വേണ്ടി ഇവർ നമ്മളെ ട്രാൻഡ്രസ് ഒന്നും പോലെ അല്ല. എന്ന് വെച്ചാൽ കണ്ടോ നടന്നു പോകണുണ്ടോ? ഞാൻ അവിടെ തൂങ്ങി കിടപ്പുണ്ട്. നോക്ക് ഐസ് തോണ്ട കണ്ട, നോക്ക് അതിനകത്ത് പൊളിയല്ലേ. കളർ വേറെ ഗൈസ്. ഇത് ഫുൾ ഓടിക്കളിക്കുന്നു. ഇതിനകത്ത് ഇവർക്ക് കിടക്കാൻ കൂടെ സെറ്റാക്കിയിട്ടുണ്ട്. കൊള്ളാം അല്ലേ? അവിടുത്തെ ഹിപ്പോടെ ഏരിയ ആണോ ഇത്? വെറൈറ്റി ആണ്. നോക്ക് മച്ചാൻ പോണു. മച്ചാമ്മാരെ എന്താ ഞാൻ എന്തുവാടാ അത് കണ്ടാ? അടുത്തടുത്ത് പോയി വരാം ഗൈസ്. ഇതാണ് ലൈക്ക് സീ. അങ്ങോട്ട് പോകണം. ഇതിനകത്തൊരു ബ്ലാക്ക് പോണി ഉണ്ട്. ഇത് തുറന്നിട്ടേക്കാണ് കേട്ടോ. ചുമ്മാ അകത്ത് കിടക്കാം. ക്യൂട്ടല്ലേ? അയ്യോ. അടുത്തത് അത് ഷുഗർ ഗ്ലൈഡേഴ്സ്, അതായത് പറക്കും മണ്ണാൻ പോയിരിക്കുന്നു. ക്യൂട്ടായിട്ടുണ്ടല്ലേ. ഇവിടെ ഹാംസ്റ്ററിന്റെ ഫോട്ടോ വെച്ചാൽ ഞാൻ ഇവിടുത്തെ ഡോഗ് ഹാംസ്റ്റർ അതായത് കുഞ്ഞൻ ഹാംസ്റ്റർ ഇതായിരിക്കുന്നത്. ഇതിനകത്തൊന്നും ഇല്ല ഗൈസ്. എനിക്ക് തോന്നുന്നു ഇതിനകത്ത് ഉണ്ടായിരുന്നത് ചത്തുപോയി കാണും. അല്ല ഗൈസ്, തൂ ഇരിക്കുന്നു. ഞാൻ കണ്ടില്ല. നോക്ക് എന്താ ഇവിടെ പോണിതോ. ഗൈസ് ഞാൻ അടുത്ത സ്ഥലത്ത് പോയിട്ട് വരാം. ഇവിടെ ഒന്നും കാണാനില്ല. യെസ് ഗൈസ്, അങ്ങനെ നമ്മൾ ഹിപ്പോപ്പൊട്ടാമസിന്റെ അവിടെ എത്തിയിരിക്കുകയാണ്. ഹിപ്പോപ്പൊട്ടാമസ് നല്ല രീതിയിൽ പക്ഷെ കാണാൻ പറ്റത്തില്ല. അത് വെള്ളത്തിൻ്റെ കിടന്ന് ഉറങ്ങുക പാവം. ഞാൻ സൂം ചെയ്ത് കാണിച്ചു തരാം. നോക്കിക്കോ. നോക്ക് അവൻ്റെ പുറം പാറ പോലെ കിടപ്പുണ്ടല്ലേ. അവനെ കാണാൻ പറ്റുന്നില്ല ഗൈസ്. അവൻ പുറം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അവനെ കണ്ടല്ലോ. അടുത്ത സ്പോട്ടിലോട്ട് പോവാം. അടുത്തത് എനിക്ക് തോന്നുന്നത് ഇതേപോലെ ഇനി വലിയ മൃഗങ്ങളായിരിക്കും ഗൈസ്. നമ്മൾ കൊച്ചു കൊച്ചു ജീവികളാണ് കണ്ടുവന്നത്. അടുത്തതായി കുളമാണെന്ന് തോന്നുന്നു. ഇവിടെ ഇവരുടെ ലാംഗ്വേജിലാണ് എഴുതി വെച്ചേക്കുന്നത്. പക്ഷെ നമുക്കത് മനസ്സിലാക്കാൻ പറ്റണില്ല. അത് കുറച്ച് ഇംഗ്ലീഷിലൂടെ എഴുതാം, കാരണം ഇത്രയും ആൾക്കാർ വരുന്ന സ്ഥലമല്ലേ. പിന്നെ കൊടുത്ത പൈസയ്ക്ക് ഉണ്ടോയെന്ന് വെച്ചാൽ ലാസ്റ്റ് പറഞ്ഞു തരാം ഗൈസ്. ഇപ്പോൾ തീർന്നില്ല ഗൈസ്. ഈ സൈഡിൽ ആ സൈഡിൽ ഒരെണ്ണം, പിന്നെ ഈ സൈഡിൽ ഒരെണ്ണമുണ്ട്. നമുക്ക് ഇപ്പം നമുക്ക് കുറച്ചുകൂടെ അതിൻ്റെ വ്യൂ ഉണ്ട്. അതിൻ്റെ തല കാണാം. ഹായ് ഹിപ്പോ കുട്ടാ, ഹായ്. എൻ്റെ കൈകളിലേക്ക് എനിക്ക് സമാധാനമില്ല വീഡിയോ, അതാണ് വീണ്ടും കാണിച്ചത്. കൊള്ളാം അല്ലേ? എന്താ അതോടെ കിടന്ന് ഉറങ്ങണ, കണ്ണു തുറന്ന് ചെയ്ത് തുടങ്ങണം ഗൈസ്. കണ്ണ് തുറന്ന് വെള്ളത്തിൽ കിടന്ന് റെസ്റ്റ് എടുക്കുന്നു ഗൈസ്, നമുക്കെല്ലാം കാണാൻ വേണ്ടി. പക്ഷെ ഒരു കുട്ടി ഒഴിച്ചു വരുന്ന പുഴയാണ് ഗൈസ്. നമുക്ക് മഴ പെയ്ത് ചെളിയൊക്കെ അടിച്ചു കയറി വരികയാണ്. നമുക്ക് എന്ത് ചെയ്യും? അപ്പം മഴയായ ഇവിടുത്തെ ഇതും ഇവിടെ കൊള്ളാം കേട്ടോ. എനിക്കൊന്ന് ഇത് മറ്റേ ഇത് ചെയ്യും, എന്താ ഡ്രാഫ്റ്റിങ്ങോ അങ്ങനെ സാധനം ഉണ്ടല്ല, ബാലിയിലേക്കുള്ള സംഭവമാണ്. അത് ചെയ്യാമോ? ഓ ഗൈസ്, മാൻകൂട്ടം ഗൈസ്. ജാവൻ ഡിയർ ഉണ്ട്, പിന്നെ റൂസ പായ. ഇത് റൂസ പായ, റൂസ ജാവ ഗൈസ്. എനിക്ക് തോന്നുന്നു ഇവിടുത്തെ ലാംഗ്വേജിൽ റൂസ എന്നായിരിക്കും ഇതിനെ പറയുന്നതിന്, ഡിയേഴ്സിന്, അതായത് മാനിന്. നമുക്ക് കൊള്ളാം അല്ലേ? നമുക്ക് സൂം ചെയ്ത് കാണിച്ചു തരാം. ഗ്ലാസ് ആണ് ഗൈസ്. ഇതൊന്നും അത്ര അക്രമകാരികളല്ലല്ലോ. വേറെ വഴിയില്ല ഗൈസിനെ കാണിക്കും. അപ്പുറത്ത് നെറ്റോട്ട് ഗൈസ്, അവിടെ പോയി കാണിച്ചു തരാം. നമുക്ക് ഇങ്ങനൊരു ഗ്ലാസ്സിനകത്ത് ഇട്ട് വെച്ചേക്കാണ്. അതിന് ജീവിക്കാനുള്ള ആവാസ വ്യവസ്ഥ അവരവിടെ ഒരുക്കി കൊടുത്തിട്ടുണ്ട്. ഇത്രയും കാഠിന്യെന്നറിയ വാക്കുകളൊക്കെ ഞാൻ പറയാൻ പഠിച്ചു. ഇവിടെ ഒരു ഇതുണ്ട് ഗൈസ്, ക്യാൻറ്റീൻ പോലൊരു സെറ്റപ്പ്. തേനീച്ച സെറ്റപ്പ് ഗൈസ്. തേൻ എടുത്ത് വിൽക്കുന്ന സംഭവമാണ്. നമുക്ക് മാനിനെ കാണാൻ വേണ്ടി മാത്രം ഞാൻ റിസ്ക് എടുത്ത് പോവുകയാണ്, കാരണം ഇവിടെ തേനീച്ച കൂടുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഇൻഫർമേഷൻ ഗൈസ്. എനിക്കറിയാൻ കഴിഞ്ഞാൽ ഇവിടെ തേനീച്ച വളർത്തലുണ്ട്. ഗൈസ് സൂക്ഷിച്ച് നിൽക്കണം. മാനിനെ കാണിച്ചിട്ടൊക്കെ പോവാം ഗൈസ്. എനിക്ക് തേനീച്ചയുടെ കടി കൊള്ളാൻ വയ്യ. നോക്ക്, ഞാൻ ആ ഗ്രില്ലിൻ്റെ ഇടയിൽ കൂടെ കാണിച്ചു തരാം. എന്താ പോയി ഫോക്കസ് പോയി. വന്നു ഗൈസ്, ഫോക്കസ് വന്നു. എക്സ്ക്ലൂസീവ് ഷോട്ട് എനിക്ക് മാത്രം.
പൈസ അത്രേ ഉള്ളൂ. വേറെ പരിപാടിയൊന്നുമില്ല. ഇവിടെ മഷ്റൂം പോലെയാണ് ഇവർക്ക് കൂടൊക്കെ ഒരുക്കി വെച്ചേക്കണം. ഇതിൻ്റെ അടിയിൽ മഷ്റൂമിൻ്റെ ഒരു ഫിഗർ അല്ല, മഷ്റൂമിൻ്റെ ഒരു സ്ട്രക്ചറിലാണ് അവർക്ക് കിടന്നുറങ്ങാനുള്ള സ്ഥലം ഇവിടുത്തെ അധികൃതർ ഒരുക്കി കൊടുത്തിരിക്കുന്നത്. ഇവരുടെ അധികൃതർ അവർക്ക് ഒരുക്കി കൊടുത്തിരിക്കുന്നത്. സുഹൃത്തുക്കളെ ഇത് നോക്കൂ ഗൈസ്. ഇതെന്താ ഇത് തേനീച്ച കൂട്. അടുത്തോണ്ട് പോണ്ട, കുത്തിട്ടും ഓടാ. ഇവിടെ തേനീച്ചയുടെ വലിയ വലിയ ശില്പങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതാ നമുക്ക് അല്ല നിർമ്മിച്ചിട്ടുണ്ട് ഗൈസ്. ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അവസാനം അത് വലിയ വിവാദം ആകണ്ട. നോക്ക്, പിന്നെ ഒരു ടേബിൾ ഉണ്ട്. അത് തേനീച്ചയുടെ കളറിലാണ് ഗൈസ്, അതായത് യെല്ലോയും ബ്ലാക്കും. ഞാൻ വീണ്ടും നടക്കുകയാണ്. ഇവിടെ കോഷൻ വോക്ക് നടക്കുന്ന എഴുതി വെച്ചിട്ടുണ്ട്. ഇവിടെ അവേഴ്സ് എന്നാണ് കോഷൻ പറയുന്നത്. ഞങ്ങൾ കുറച്ച് മലേഷ്യൻ ലാംഗ്വേജ് ഒക്കെ പഠിച്ചു. ഹലോ ജമ്മു അഡിറ്റങ്യം ബാലീസായ സൂരജ് എം എസ്. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഞാൻ ഞങ്ങളുടെ സൂരജ് എം എസ് ഞാൻ സൂരജ് എം എസ്, അത്രേ ഉള്ളൂ. ഇതെന്റെ മലേഷ്യൻ ഇൻട്രോ ആണ് ഗൈസ്. ഞാനാണ് ഈ കോൺസെപ്റ്റ് ആദ്യം കൊണ്ടുവന്നതിൻ്റെ വിശ്വാസം. വേറെ കൊണ്ടുവന്നിട്ടുണ്ടാവും. ഞാനിപ്പോഴാണ് എനിക്കുള്ള ഞാൻ എവിടെ പോയാൽ അവിടുത്തെ ലാംഗ്വേജ് പഠിച്ച് അവിടുത്തെ ഇൻട്രോ പറയും. പിന്നെ ഇൻട്രോ അവിടുത്തെ ലാംഗ്വേജ് പറയും, അത്രേ ഉള്ളൂ. വേറെ ബാക്കിയൊന്നും പറയാൻ എനിക്ക് അറിഞ്ഞൂടാ. അപ്പോൾ ഞാൻ ഇവിടെ അടുത്തെന്താ പരിപാടി, ബോറ ഇവിടെ പൂച്ചയുടെ ഫസ്റ്റിലൊക്കെ വെച്ചിട്ടുണ്ട്. ഓ ഇത് പൊടി സാധനം കേട്ടോ. അത് ഫസ്റ്റ് അതിൻ്റെ ഫോട്ടോ ഞാൻ കാണിച്ചു, അല്ല വേണ്ട ഒറിജിനൽ കാണിച്ചു തരാം. ഓ കാപ്പിബാറ നോക്കൂ, ഇതാണ് സാധനം. നമുക്ക് ഇതാണ് സാധനം, നമുക്ക് കൊള്ളാല്ലേ. നമുക്ക് ഇതാണ് സംഭവം. ഞാൻ വരാൻ കാരണം ഇവിടെ ഒരു മ്യൂസിയം ഉണ്ട്. അകത്ത് കയറാൻ പറ്റുമെന്നാണ് തോന്നണം. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. ഞാൻ പുറത്തുനിന്നുള്ള വീഡിയോ കാണിച്ചു തരാം. പക്ഷെ അകത്ത് കയറാൻ പറ്റുമെന്ന് എനിക്ക് അറിയില്ല. മഴയായതുകൊണ്ട് ഇതിനെ അടച്ചിട്ടേക്കണമെന്ന് പറഞ്ഞുകൂടാ. നമുക്ക് ഇത് ഓരോ കുരങ്ങൻ്റെയൊക്കെ തല ഇരിക്കുന്നുണ്ട്, സ്കള്ള്. അതെനിക്ക് തോന്നുന്നത് സ്റ്റഫ് ചെയ്തേക്ക് ഇരിക്കും കേട്ടോ ഈ സാധനം. ഇതെന്തുവാണോ എന്തോ മനസ്സിലാവുന്നില്ല. ഇതവിടെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ. എന്തായത് സ്കെലറ്റൺ ഓഫ് സുമത്രൻ ടൈഗർ ഗൈസ്. ഒരു പഴയ ഒരു ടൈഗറിൻ്റെ, അതായത് ടൈഗർ എന്ന് വെച്ചാൽ കടുവയുടെ പുലിയല്ല ഗൈസ്, പുലിയെന്ന് വെച്ചാൽ സിംഹം, ലയൺ. കടുവയുടെ സ്കളാണ് ഗൈസ്. സ്റ്റഫ് ചെയ്ത ഈകളോ വൾച്ചറോ എന്താണ് കണ്ടുകൂടെ എനിക്ക്. അതുകൊണ്ട് മൂങ്ങയാണിത്, മൂങ്ങയാണ്. നമുക്ക് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കുന്നത് കാണാൻ പറ്റുന്നില്ലല്ലോ. ഓ ഈഗിള് ഗൈസ്, ഇതാണ് ഈഗിളിന്റെ മുട്ട. നമുക്ക് പക്ഷി ഈഗിള് ശരിയല്ലേ. നമുക്ക് എന്തോ സാധനത്തിന് എനിക്കൊന്നും ജനിക്കാത്ത എന്തോ സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. മരിച്ചുപോയ ജനിച്ച് വീണെന്തോ കുരങ്ങനാണെന്ന് തോന്നുന്നു. പക്ഷെ ഒരുപാട് സംഭവം ഉണ്ട്. കയറാൻ പറ്റുമോ എനിക്ക് അറിയില്ല. ഞാൻ ഒന്ന് സെറ്റാക്കി നോക്കിയിട്ട് എന്നെ അകത്ത് കയറി കാണിച്ചു തരാം. ഒരു മിനിറ്റ്. ഇല്ല ഗൈസ്, കയറാൻ പറ്റത്തില്ല, പൂട്ടിയിട്ടിരിക്കുകയാണ്. അപ്പം കയറാൻ പറ്റൂല, അതാണ് മീൻ. അല്ല ഇവിടെ ആളുമില്ല, ചിലപ്പം സെക്യൂരിറ്റി ഒന്നും ഇല്ലാത്തതുകൊണ്ട് അടച്ചിട്ടിരിക്കുന്നതായിരിക്കും. ഗൈസ്, വി ആർ ക്ലോസ്, കം ബാക്ക് സൂൺ. ഇവിടെയാണ് എൻട്രൻസ്. ഇവർ അടച്ചിട്ടേക്കാണ്. ആളുണ്ട്. ഇവിടെ നല്ല വ്യൂ ഉണ്ട് കേട്ടോ. എങ്ങനെ കാണിച്ചു തരാം ഗൈസ്, ഇനി തിരിച്ചു വരാൻ പറ്റത്തില്ലല്ലോ. നോക്കിക്കോ, എല്ലാം സ്റ്റഫ് ചെയ്ത് വെച്ചേക്കാണ്. എനിക്ക് കയറാൻ പറ്റുന്നല്ലോ മച്ചാ. അത് നോക്ക് ഗൈസ്, ഇങ്ങനെ നോക്ക്, ഒരു തോല് വരാ. എനിക്ക് തോന്നുന്നത് പല വേട്ടക്കാരെയൊന്നും പിടിച്ചുകൊണ്ട് വന്നിട്ട് വെച്ചേക്കണയാണ്. അതിന് എല്ലായിടത്തും മാറ്റിയിട്ട് ഇത് ജസ്റ്റ് അതിനെ കൊണ്ട് സ്റ്റഫ് ചെയ്ത് വെച്ചേക്കണം. അത് പഴയതുപോലെ. കൊള്ളാല്ലേ. ഇത്ത സ്ഥലം ആക്റ്റീവ് അറ്റ് നൈറ്റ് ആൻഡ് സ്ലീപ്പ് ഇൻ ഡേ. പിന്നെ രാത്രി കൊടുത്തിട്ടാ പോകുക ഗൈസ്. നോക്ക്, ഇല്ല ആക്റ്റീവ് അറ്റ് നൈറ്റ് എന്നല്ലേ ചോദിച്ചിട്ടുണ്ട്. രാത്രി ആയില്ലല്ല. പക്ഷെ കൊള്ളാല്ലേ. ഇത് എന്തിനാ എൻ്റെ പേര്? ചിൻചാങ് ബാർക്കിംഗ് ഡിയർ. അത് വേറെ സാധനം. പക്ഷെ അതിൻ്റെ പേര് ഇവിടെ അവർ എഴുതിയിട്ടില്ല. ഓ ഇത് ഇവിടെ നാക്കെന്ത് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയ സാധനമാണേ. നോക്കട്ടെ, എന്താ സംഭവം എനിക്ക് മനസ്സിലായില്ല. ഹൗ ടു യൂസ് ദി പാസ്പോർട്ട് സ്റ്റാമ്പ്. ഇതൊന്നും മനസ്സിലായില്ല ഗൈസ്. ഓ ഗൈസ്, എനിക്ക് മനസ്സിലായി. ഇതെന്തോ സ്റ്റാമ്പാണേ. ഇത് സ്റ്റാമ്പാണ്. ഇത് എന്തോ പേപ്പറിലെന്തോ സ്റ്റാമ്പ് ചെയ്ത് കിട്ടുമെന്ന് തോന്നുന്നു. ഇതിനകത്ത് ഇങ്കാണെന്ന് തോന്നുന്നു. നമുക്ക് ഇത് കണ്ട, ഇതിനകത്ത് നമുക്ക് പേപ്പർ വെച്ചിട്ട് സ്റ്റാമ്പ് ചെയ്യാൻ പറ്റും. ഇങ്ങനെ വെച്ചാൽ നമുക്ക് ഇവിടെ പേപ്പർ വയ്ക്കാം, ഇങ്ങനെ അടിക്കാം. അതാണ് സംഭവം. ഇവിടെ വന്നതിന് എന്തെങ്കിലും തെളിവ് അങ്ങനെ വല്ലതും ആയിരിക്കും. അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇവിടെ നിന്ന് വല്ല സാധനം സ്റ്റാമ്പ് പേപ്പർ വല്ലതും വാങ്ങി കിട്ടും. ഐ മീൻ ഈ കാർഡ് വല്ലതും വാങ്ങി കിട്ടുമെന്ന്. എൻ്റെ ഒന്നുമില്ല, തൽക്കാലം വെച്ച് അടിക്കുക, കുഴപ്പമില്ല. ഈ സാധനത്തിന് നമുക്ക് കൗതുകം തന്നെയല്ലേ. നമുക്ക്
എൻ്റെ പുറം കണ്ട തോല് എടുക്കുന്നത് മുറിച്ച് മാറ്റിയതാണ്. നമുക്ക് മുറിച്ച് മാറ്റിയതാണോ അല്ലെ അതിനെങ്ങനെയാണോ എനിക്ക് അറിഞ്ഞൂടാ. എൻ്റെ പടമൊന്നും ഇവിടെ വെച്ചിട്ടില്ല, അല്ലെങ്കിൽ അത് കാണിച്ചു തരായിരുന്നു. കിൻചാങ് ബാർക്കിംഗ് ഡിയർ എന്ന് പറഞ്ഞ സാധനമല്ലോ ഇത്. എന്തായാലും പേര് അവിടെയാണ് കാണിക്കുന്നത്. നമുക്ക് അവിടെയാണോ ഉള്ളത് കണ്ടാ. നമുക്ക് അങ്ങോട്ട് വരുന്ന വിശദമായി കാണാം. ഇതാണ് സംഭവം. അതായത് അതിൻ്റെ തോല് അങ്ങനെ തന്നെ കേട്ടോ. അതിൻ്റെ ബാഗ് പോലെ കിടക്കുന്നതാണ്. നമുക്ക് അടുത്ത സ്ഥലത്തോട്ട് പോകാം ഗൈസ്. പക്ഷേ സ്റ്റാമ്പ് ചെയ്യാൻ പേപ്പർ പോലെ ഉണ്ടെന്ന് നോക്കട്ടെ, നോക്കിയിട്ട് തരാം ഗൈസ്. അങ്ങനെ ഞാൻ എൻ്റെ ഇങ്ങോട്ട് വന്ന ബോർഡിംഗ് പാസിൽ ഞാൻ സീൽ വാങ്ങിച്ചു. അത് ഒരു ഇവിടെ ഈ പാർക്കിൽ വന്നതിന് എന്തോ കോംപ്ലിമെന്റ് പോലെ തരുന്ന സംഭവമാണ്. നമുക്ക് എങ്ങനെയുണ്ട്? ഞാൻ രണ്ടോടെ അടിച്ചിട്ടാണ് എനിക്ക് മനസ്സിലായത് അതിൽ ഇതില്ലെന്ന്. കണ്ടാ, ഇത്രേ ഉള്ളു സംഭവം. അതായത് ജസ്റ്റ് അതിലൊരു സീൽ കിട്ടും. ഗൈസ് അതിൻ്റെ പേര് മലയാൻ ടാപ്പിയർ. ഇതാണ് സാധനം. എൻ്റെ പേര് അവിടെ നോക്കിയാണെങ്കിൽ കിട്ടിയില്ല. ഇത് ഗൈസ് ബാർക്കിംഗ് ഡിയർ, അതായത് ഗർജിക്കും അവൻ. ചുമ്മാ പറഞ്ഞാണ് ബാർക്കിംഗ് ഡിയർ എന്നാണ് എൻ്റെ പേര്. നോക്കിക്കോ, കൂടുതലടുത്തോട്ട് പോകണ്ട. ബാർക്ക് ചെയ്ത് പറഞ്ഞാൽ എന്താ ഇത്രേ ഉള്ളൂ. ഈ സ്റ്റാമ്പ് ഇട്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട് പ്ലീസ്. ഞാൻ പേപ്പർ നോക്കി എനിക്ക് കിട്ടിയില്ല. ഗൈസ് നമ്മളിവിടെ ടിക്കറ്റ് എടുക്കുമ്പോഴും നമുക്കൊരു ഒരു ചെറിയൊരു ബ്രൗസർ വരും. അത് തുറന്ന ഇതിനകത്തോളം ഈ സൂവിൻ്റെ ഫുൾ മാപ്പ് ഉണ്ട് അതിൽ. അത് ഞാൻ ഇപ്പോഴാണ് കണ്ട ഈ സാധനം അടിക്കാൻ നോക്കിയപ്പോൾ. പക്ഷെ അതിലത്ര അത് ഇത്തിരി കട്ടിയുള്ള പേപ്പറായിട്ട് കിട്ടത്തില്ല. ഇത് ബോർഡിംഗ് പാസ് ആയതുകൊണ്ട് പിന്നെ അത്ര കട്ടിയില്ലാത്തതുകൊണ്ടും കിട്ടി. കൊള്ളാം അല്ലേ? ഇത് തൊട്ടുകൂടാ, നമുക്ക് ഫീഡം ചെയ്തുകൂടാ. കങ്കാരൂര് കുഞ്ഞാടെ നോക്കട്ടെ. കണ്ടിട്ട് കങ്കാരൂര് കുഞ്ഞു പോലും ഉണ്ടേ. ഇല്ല ഗൈസ്, വേറെന്തോ ആണ്. നല്ല ഗൈസ് ഇത് കങ്കാരു ആണ് കേട്ടാ. തന്നെ ഗൈസ് കങ്കാരു മൈ ഗാഡ്. ഞാൻ ആദ്യമായിട്ട് കങ്കാരു കാണാം. നമുക്ക് ഇത് വേറെന്തൊക്കെ പേരാണ് എഴുതി വെച്ചേക്കണം. ഞാൻ വായിച്ചു നോക്കണേ. ഇനി വായിച്ച് തെറ്റി എനിക്ക് കാണാൻ വയ്യ. നമുക്ക് കങ്കാരു തന്നെ. നമുക്ക് ജീവിതത്തിൽ ആദ്യമായി കങ്കാരു ഞാൻ കണ്ടിരിക്കുന്നു. പക്ഷെ ഞാൻ കണ്ടില്ല കങ്കാരു ഭയങ്കര വലുതാണ്. എനിക്കൊന്നും ചെറിയ കുഞ്ഞാണോ അല്ലേ ഇനി ഇങ്ങനെയാണോ അതിൻ്റെ സൈസൊന്നും എനിക്ക് അറിഞ്ഞോളാം. നമുക്ക് കൊള്ളല്ലേ? നടക്കണുണ്ടോ? ഇന്നത് എഴുതേരി പോകണോ എന്തോ ഗൈസ്. അത് കങ്കാരു തന്നെ. നോക്കിട്ട് വായിച്ചു നോക്കട്ടെ. മാർക്കോപ്പസ് അലിക്കസ്. ജനറ്റേഷൻ പീരീഡ് 30 ദിവസമേ ഉള്ളൂ. ഗൈസ് ഇത് ത്രെട്ടുണ്ട് ഇതിന്. ലോസ് ഓഫ് ഹാബിറ്റാറ്റ് ആൻഡ് 100 ഫോർ മീറ്റ്. ഇതിന് മീറ്റിനുണ്ട് 100. കങ്കാരു അല്ല ഗൈസ്, ഇത് വേറെന്തോ ആണ്. ഇവിടെ ഒന്നും എഴുതി വെച്ചിട്ടില്ല. സോറി ഗൈസ്, ഇത് സിമിലർ ക്യാരക്ടേഴ്സ് ടു കങ്കാരു ആണ് ഗൈസ്. സോറി ഗൈസ്, ഇത് കങ്കാരു അല്ല. ഇത് കങ്കാരുവിന്റെ സിമിലർ ക്യാരക്ടർ ഉള്ള ഒരു സംഭവമാണ്. സോറി നിങ്ങൾ കങ്കാരുവിനെ തെറ്റിദ്ധരിക്കരുത്. പക്ഷെ കങ്കാരുവിനെ പോലെയാണ് ഇരിക്കുന്നത്. അതിന് ഫ്രണ്ടിലുള്ള ആ ബാഗില്ല, സഞ്ചി, എൻ്റെ പേര് ഞാൻ മറന്നുപോയി. അത് അതിൻ്റെ കുഞ്ഞിനെ സംരക്ഷിക്കാൻ വേണ്ടി ഇതിൻ്റെ ഒരു അറയാണത്. അതില്ല, അധികം ശ്രദ്ധിക്കേണ്ടത്. കങ്കാരു കുറച്ചുകൂടെ വലുതാണ്, നല്ല വലുതാണ്. നമ്മളെ ഹ്യൂമൻ്റെ എത്ര ഉണ്ടെന്ന് തോന്നുന്നു. ഇത് വേറെന്തോ ഡിയറാണ്. നോക്കിക്കോ, സ്ക്രില്ലുള്ളതുകൊണ്ട് എനിക്ക് കൂടുതലൊന്നും കാണിക്കാൻ പറ്റില്ല, അതാണ് പ്രശ്നം. എന്താ ഇത്ര ആൾ കഴിച്ചു ഇവിടെ, വേറെ ഒന്നുമില്ല. അപ്പോൾ ഞാൻ അടുത്ത സ്പോട്ടിൽ പോയിട്ട് വരാം.